വീണ്ടും മാധ്യമപ്രവർത്തകരുടെ വാഹനം ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. 5 മാധ്യമപ്രവർത്തകരാണ് ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രസ് എന്ന് വ്യക്തമായി വലുതായി രേഖപ്പെടുത്തിയ വാഹനത്തിന് നേരെയാണ് ഈ ക്രൂരമായ ആക്രമണം ഉണ്ടായത്. വെള്ള നിറത്തിലുള്ള വാഹനം ഇസ്രയേൽ ആക്രമണത്തിൽ കത്തിയമരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഫാദി ഹസൌന, ഇബ്രാഹിം അൽ ഷെയ്ഖ് അലി, മുഹമ്മദ് അൽ ലദാഹ്, ഫൈസൽ അബു അൽ കുസ്വാൻ, ഐമാൻ അൽ ജാദി എന്നീ മാധ്യമപ്രവർത്തകരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒരാഴ്ചക്കുള്ളിൽ നിരവധി മാധ്യമപ്രവർത്തകർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴും അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന്റെ മുന്നിൽ നിശബ്ദരായി നിൽക്കുകയാണെന്ന് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് പറയുന്നുണ്ട്. ലോകത്താകമാനം 95 മാധ്യമപ്രവർത്തകരാണ് ഈ വർഷം 2024 ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ ഭൂരിപക്ഷം കൊലപാതകങ്ങൾക്ക് പിന്നിലും ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ആയിരുന്നു. നേരത്തെ വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. തെക്കൻ ഗാസയിൽ ഹൈപ്പോതെർമിയ മൂലം 3 കുട്ടികൾ മരിച്ചിരുന്നുവെന്ന് ഡോക്ടർമാരും അറിയിച്ചിരുന്നു. ഗാസയിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണത്തിൽ ഇസ്രായേൽ ഇപ്പോഴും കടുത്ത നിയന്ത്രണം തുടരുകയാണ്. ക്രിസ്മസ് ദിവസം മാർപ്പാപ്പയും ഇതേ കാര്യം പറഞ്ഞിരുന്നു. മനുഷ്യജീവിതം അതിന്റെ ഏറ്റവും ദുസ്സഹമായ ഗാസയിലെ ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ചാണ് താൻ ചിന്തിക്കുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക് മുന്നിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഗാസയിലെ വെടി നിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. യുദ്ധത്തിൽ തകർന്ന ഉക്രൈനിൽ ആയുധങ്ങളുടെ ശബ്ദം നിലയ്ക്കട്ടെ, ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ശാശ്വതമായ സമാധാനം കൈവരിക്കാൻ കഴിയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിൽ കഴിയുന്ന ആഭ്യന്തര യുദ്ധം തുടരുന്ന സുഡാനിലും സമാധാനം കൈവരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതോടൊപ്പം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളെ മാർപ്പാപ്പ അപലപിച്ചു. ഗാസയിൽ നടത്തുന്ന ക്രൂരതകളെക്കുറിച്ച് ഞാൻ വേദനയോടെ ഓർക്കുന്നു. കുട്ടികളെ യന്ത്രത്തോക്കുകളാൽ കൊല്ലുന്നു. സ്കൂളുകളിലും ആശുപത്രികളിലും ബോംബാക്രമണം നടത്തുന്നു. എന്തൊരു ക്രൂരതയാണിത്. ഇങ്ങനെയായിരുന്നു പ്രതിവാര പ്രാർത്ഥനയ്ക്ക് ശേഷം മാർപ്പാപ്പ പറഞ്ഞത്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 7 കുട്ടികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു മാർപ്പാപ്പയുടെ ഈ പ്രതികരണം വന്നത്. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യയാണോ നടത്തുന്നതെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മാർപ്പാപ്പ നേരത്തെയും രംഗത്ത് വന്നിരുന്നു.